നല്ല ദിവസവും ചീത്ത ദിവസവും തമ്മിലുള്ള ഒരേയൊരു വ്യത്യാസം നമ്മുടെ മനോഭാവമാണ്. ജീവിതത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ ആരൊക്കെ നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ചാലും അത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേ അനുഭവങ്ങളിലൂടെ കടന്നു പോകണം. നിങ്ങളുടെ മനസ്സ് ഒരു പൂന്തോട്ടം പോലെയാണ്. ചിന്തകൾ അതിൽ മുളച്ചു വളരുന്ന വിത്തുകളും. ഏതുതരം വിത്തുകൾ അവിടെ മുളച്ചു വരണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ജലം മലിനമാണെന്ന് കരുതി അത് ചെടികളുടെ വളർച്ചയെ തടയുന്നില്ല. അതുപോലെ ആരുടെയും നിഷേധാത്മകമായ വാക്കുകൾക്ക് നിങ്ങളുടെ പുരോഗതിയെ തടയാനാവില്ല. നമ്മളെ ആരെങ്കിലും ഒഴിവാക്കിയെന്ന് തോന്നിയാൽ മനസ്സിലാക്കുക, നമ്മളെ കൊണ്ടുള്ള ആവശ്യം അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അവർക്കൊരു അനാവശ്യമാണ്. ഒരു വാക്കാലും ചെറുചിരിയാലും പിന്നീടാകട്ടെ എന്ന് കരുതി മാറ്റിവെക്കാതിരിക്കുക. പിന്നീട് കൊടുക്കാൻ നമ്മളോ വാങ്ങിക്കുവാൻ അവരോ ഉണ്ടാകണമെന്നില്ല. സ്ത്രീകളുടെ പുറകെ പോയി സമയം കളയുന്നവർ നഷ്ടപ്പെടുത്തുന്നത് സ്വയം മെച്ചപ്പെടുത്തി കൂടുതൽ ആകർഷണീയമായ വ്യക്തിയാകാനുള്ള സമയമാണ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോവുക. പൊതുസമൂഹം എന്നത് കുറ്റങ്ങളെ മാത്രം ചൂണ്ടിക്കാണിക്കുന്ന സമൂഹമാണ്. അവിടെ മറ്റുള്ളവരുടെ കുറ്റത്തിന് വില കൊടുക്കാതെ നമ്മുടെ ലക്ഷ്യത്തിൽ മാത്രം നോക്കി സഞ്ചരിക്കുന്നത് അതിജീവനമാണ്. ഒരു ജ്ഞാനി സംസാരിക്കുന്നത് അയാൾക്ക് എന്തെങ്കിലും പറയാനുള്ളതിനാലാണ്. എന്നാൽ ഒരു വിഡ്ഢി എന്തെങ്കിലും പറയാനായി സംസാരിക്കുന്നു. തുടർച്ചയായി പുരോഗതി കൈവരിക്കുന്ന ആരെയും ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത്. എത്ര പതുക്കെയാണെങ്കിലും അവർ വിജയിക്കും. നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും എത്രമാത്രം മനസ്സിൽ സൂക്ഷിക്കുന്നുവോ അത്രത്തോളം മനസ്സിന് ഭാരം കൂടുന്നതാണ്. തളർന്നു പോകുന്നുണ്ട്, പക്ഷേ തളരില്ല. ഈ ഇരുട്ടിന്റെ പിന്നിൽ ഒരു വെളിച്ചമുണ്ടെന്ന് പ്രതീക്ഷയാണ് മുന്നോട്ടുള്ള യാത്രക്ക് വഴിയേകുന്നത്. നിങ്ങൾ വേദനിക്കുമ്പോൾ സന്തോഷവാനാണെന്ന് പഠിക്കുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ എത്ര ശക്തനാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണോ അതുപോലെയാണ് ലോകവും. അതിനാൽ എപ്പോഴും നല്ലതിനെക്കുറിച്ച് ക്രിയാത്മകമായി ചിന്തിക്കുക. ആ ശുഭാപ്തി വിശ്വാസി എല്ലാ അവസരങ്ങളിലും പ്രതിസന്ധി കാണുന്നു. ശുഭാപ്തി വിശ്വാസി എല്ലാ പ്രയാസങ്ങളിലും അവസരം കാണുന്നു. 1000 വർഷം ആട്ടിൻകുട്ടിയായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസം കടുവയായി ജീവിക്കുന്നതാണ്. ഉത്തരവാദിത്വം എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിച്ചേക്കാവുന്ന ഏത് സാഹചര്യത്തെയും ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കാൻ കഴിയുക എന്നതാണ്. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അചഞ്ചലമായ വിശ്വാസവും വിജയം വരെ പോരാടാനുള്ള മനസ്സുമുണ്ടെങ്കിൽ വിധി നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ചിലർ മനോഹരമായ സ്ഥലം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ മറ്റു ചിലർ ഒരു സ്ഥലത്തെ മനോഹരമാക്കി മാറ്റുന്നു. നിങ്ങളുടെ വാക്കുകളാണ് ഉച്ചത്തിൽ കേൾക്കേണ്ടത്, ശബ്ദമല്ല. പൂക്കൾ പുഷ്പിക്കുന്നതിനു കാരണം മഴയാണ്, ഇടിമിന്നലല്ല. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഒട്ടും പ്രതീക്ഷിക്കാതെ ആരെങ്കിലും നിങ്ങളുടെ മനസ്സിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അതിനർത്ഥം ആ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നാണ്.